നമ്മളിതേ മൗണ്ടൻ്റെ പൊക്കത്ത് കയറാൻ വേണ്ടി പോകുവാട്ടോ. എവിടെയാ ഗുണാക്കിയത്? അപ്പോൾ നമ്മളിന്ന് നിംബിൻ സിറ്റി ടൂറിന് പോവാട്ടത്. കൺട്രി സൈഡ് വില്ലേജാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുവാട്ടോ. നമ്മളുടെ ഹോട്ടലിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കണം. നല്ല ആംബിയൻസ്, നല്ല ലൈറ്റിങ്, മോർണിംഗ് ആണെങ്കിലും വ്യൂ ഒക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമ്മളിന്ന് കൺട്രി സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാം. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഞാൻ വിചാരിച്ചത് ഇന്നലെ ഞങ്ങളും സോയാബീൻ ഓയിലൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് സാധനം കഴിച്ചിട്ടോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച്, പക്ഷെ ആ ഒരു ടേസ്റ്റ് അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പ്രിംഗ് റോൾ അടിപൊളി. ഹലോ എടി, ഞാനാടി വിളിച്ചത്. ചേട്ടനും മുമ്പ് അവിടെ ഇരുന്ന് കഴിക്കുക കേട്ടോ. ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വന്നിട്ടുണ്ട്. മധുരക്കിഴങ്ങ്, സോസേജ്, ബ്രെഡ്, സാലഡ്സ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്. ഇതാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന വണ്ടി. ഓ, ഇതിൻ്റെയൊക്കെ ഡോർ അപ്പുറത്തെ സൈഡാട്ടോ. എനിക്ക് എപ്പോഴും മാറിപ്പോ. ഇത് കണ്ടോ? ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ആക്കാൻ വേണ്ടി പോകുവാട്ടോ. അവിടെ നിന്ന് നമ്മൾ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ നിംബിനിലേക്ക് പോകണം. നമ്മളങ്ങനെ ഒരു വഴിയേക്ക് കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നിംബിനിലേക്ക് പോകാനുള്ള വണ്ടി വരണം. ഒരു 7 മിനിറ്റ്സും കൂടി എന്നാ പറഞ്ഞാൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കിക്കേ, എനിക്ക് പൊന്നെ സുന്ദരി നിൽക്കണുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല കേട്ടോ. ഇന്ന് അമ്മ ഭയങ്കര സൈലന്റ്. എന്ന് ആലോചിക്കണം എന്താണ്, അല്ലെങ്കിൽ ചെവി തന്നോണ്ടിരിക്കണ അമ്മയാണ്. പോകണ്ടേ നമുക്ക് നിംബിനിൽ? അമ്മ എന്തിനാ ഇത്ര അടിപൊളിയായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്തേക്കണമെന്ന് അറിയാമോ? എന്തിനാ അമ്മ? കണ്ട ഫോട്ടോ എടുക്കാൻ. ചേട്ടൻ്റെ ചേട്ടന് ഞാൻ എടുത്തു കൊടുത്ത ഷർട്ടാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അറിയിക്കണം. ഞാൻ പറയും, എല്ലാവരോടും ഞാൻ പറയും. പക്ഷെ ഞാനും ചേട്ടനും കൈൻഡ് ഓഫ് മാച്ചാണ് കേട്ടോ. പ്രിന്റും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചും കൂടി കുറവുള്ള പ്രിന്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കൊന്ന് ഫോട്ടോ എടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വാഴറിൽ കാത്തു നിൽക്കണതാണ്. ശരണ്യ ഹായ്. ബസ്സിൽ കയറിയിട്ട് നേരെ വന്നത് ഈ ഒരു എക്സിബിഷൻ സെൻറ്ററിലേക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു റെസ്റ്റ് റൂമിൽ പോകാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് മേടിക്കാനും സൊവനീർ മേടിക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ആയും തോന്നിയോണ്ടൊന്നും മേടിച്ചില്ല കേട്ടോ. പക്ഷേ ഭയങ്കര അടിപൊളിയാണ്. കാരണം സിൽക്കിൻ്റെ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറിയും കാര്യങ്ങളും അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. കൊള്ളാം. പിന്നെ വലിയ സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു 4000-3000 രൂപയുടെയൊക്കെ പിക്ചേഴ്സും കാര്യങ്ങളുണ്ട്. എംബ്രോയിഡറി ഒക്കെ വെച്ച് ചെയ്തേക്കണ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നോക്കാട്ടെ. എന്തെങ്കിലും പോകേണ്ടി മുന്നേ ഷോപ്പിംഗ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഷോപ്പ് ചെയ്യാൻ നേരം നമുക്ക് വിയറ്റ്നാമിൻ്റെ ക്യാപ്പൊക്കെ മേടിക്കണം. എന്നിട്ട് ഒരു തരം ഇങ്ങനത്തെ ട്രയാങ്കിൾ പൊരിക്കുന്ന ക്യാപ്പില്ലേ, ആ ക്യാപ്പൊക്കെ മേടിക്കണം എന്തായാലും. നമ്മളിതേ മൗണ്ടൻ്റെ പൊക്കത്ത് കയറാൻ വേണ്ടി പോകുക കേട്ടോ. ഡാൻസിങ് കേവ് അല്ലേ അമ്മോ? ഡാൻസിങ് കേവ് എന്തോ ഉണ്ട് കേട്ടോ. ടാംകോക്ക് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അറിയില്ല. അപ്പോൾ നമ്മൾ പൊക്കത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ കണ്ട് അന്തിച്ചു പോയി. കാരണം അത്രയ്ക്ക് ടോപ്പിൽ കയറണം. അതവരെന്തോ പറയുകയും ചെയ്തു. ഏറ്റവും ടോപ്പിൽ വരെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുറേ ഭയങ്കര മോർ മണി കിട്ടും എന്നുള്ള രീതിയിൽ അവരുടെ വിശ്വാസമാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഏറ്റവും പൊക്കത്തെത്താൻ പറ്റുമോ നമുക്ക്. നമുക്കിതേ അവിടെയാണ് എത്തേണ്ടത്. അവിടെ കൊള്ളാം. പക്ഷെ ചേട്ടനിവിടെ ഗുണാക്കേവ് നോക്കിക്കൊണ്ടിരിക്കണേ. എവിടെയാ ഗുണാക്കേവ്? ശരിയാട്ടാ, ആ കുഴിയല്ലേ അമ്മോ? ശ്വാസം വലിക്കണേണോ? Welcome to Vietnam. Oh, welcome to Linden. I love Indian. They're so friendly. Yeah. എന്താ പറഞ്ഞ
എന്താ പറയുക, ഞങ്ങൾ ടൂർ ഗൈഡും ഞങ്ങളുടെ കൂടെ ഉള്ളതാട്ടോ. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ട്രിപ്പ് വന്നേക്കണെന്ന് പറഞ്ഞില്ലേ, കൂടെ ഉള്ളതാ. നമ്മളെല്ലാവരും കൂടിയാട്ടോ നടക്കണം. അതുകൊണ്ട് നല്ല രസമാണ്. പക്ഷെ നല്ലോണം കാതിക്കുന്നുണ്ട്. അമ്മോ എങ്ങനെയുണ്ട് മറ്റേ സ്വാമി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കയറണം കേട്ടോ. അമ്മ നല്ല കളിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഡീപ്പാവും ആട്ടോ. അയ്യോ കഥച്ചക്കനല്ല അല്ലേ? ഞങ്ങൾക്ക് അതിന് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പം നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും കൂടി പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പം നമ്മൾ ഇത് ചൂസ് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇറങ്ങി. പക്ഷേ കൊള്ളാട്ടോ ആ വ്യൂവും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ക്യൂവിൽ സ്റ്റക്കായിട്ട് നിൽക്കുക. അതെ, കാരണം പൊക്കത്ത് നമുക്ക് ഡ്രാഗണിൻ്റെ അവിടെ കയറണം. അതുകൊണ്ട് നമ്മൾ ക്യൂ നിൽക്കുക. നല്ല ലോങ് ക്യൂ ആണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് സ്ലിപ്പറൊക്കെ ഇട്ട് ഇവിടെയുള്ള സകലമായ ആൾക്കാർ ഷൂസും ആ ഡ്രസ് കോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പിക്ചർ കിട്ടാൻ വേണ്ടി വ്യൂ കാണിച്ചു തരാട്ടോ. ഇതാണ് കേട്ടോ എൻഡ് പോയിന്റ്. പിന്നെ ഇത് അപ്പുറത്തേക്ക് ഇങ്ങനെ ഡ്രാഗൺ ആണിത് ആക്ച്വലി. കണ്ടോ, ഡ്രാഗണിന്റെ ടെയിൽ ഇങ്ങനെ 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 എൻഡ് വരെ ഉണ്ട്. നമുക്ക് കയറണമെങ്കിൽ കയറാം. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തല് ഇത്തിരി ടാസ്ക് ആണ്. ഇവരുടെ വിശ്വാസമാണ് കേട്ടോ അവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പൈസ ലൈഫിൽ കിട്ടും എന്നുള്ളത്. പക്ഷെ രസമുണ്ട് കേട്ടോ. ആൾക്കാർ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പോകും. ഞങ്ങളെപ്പോലെയുള്ള മടിയന്മാർ കഞ്ഞികളും പക്ഷെ രസമുണ്ട്. ആൾക്കാർ പോകുന്നുണ്ട് അങ്ങോട്ട്. പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആട്ടോ, നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ഒന്നാമത് പ്രത്യേകിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഇല്ലാഞ്ഞുകൊണ്ട് ഫ്ലാറ്റ്സ് ഒക്കെ ഇട്ടേക്കണം. ഫ്ലാറ്റ്സും ഉടുപ്പൊക്കെ ഇട്ട് ഞങ്ങൾ ഹൈക്ക് ചെയ്ത. ചേട്ടൻ പിന്നെയും കുഴപ്പമില്ല. വള്ളിച്ചെരുപ്പ് ഇറങ്ങാൻ നിൽക്കണോ? വാ കുട്ടേട്ടാ, രക്ഷിക്ക് കുട്ടേട്ടാ. അപ്പൊ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്ന. ഭയങ്കര രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ സുഭാഷ് കുട്ടേട്ടനെ രക്ഷിക്കേണ്ട അവസ്ഥയല്ല. ചേട്ടൻ എന്ത് പണിയാന്നറിയാണെന്ന് ഇറങ്ങാൻ. വ്യൂ കണ്ടോ? അവിടെ രണ്ടുപേരും നമ്പുമ്മില്ലെറിയണ കണ്ടോ? കേറിയതിനേക്കാളും ഇറങ്ങാനായിട്ട് ഭയങ്കര സുഖാട്ടോ. അത്ര സുഖമില്ല, എന്നാലും കുഴപ്പമില്ല. നോക്കുതേ രണ്ടെണ്ണങ്ങൾ തന്നെ നമ്മളെ താഴത്തുനിന്ന് വിളിച്ചോണ്ടിരിക്കട്ടോ. നമ്മുടെ ബസ്സിൽ എല്ലാവരും എത്തി, നമ്മൾ മാത്രം എത്തിയില്ല. നമ്മളങ്ങ് ഡ്രാഗണിന്റെ വാല് കാണാൻ പോയേക്കണായിരുന്നല്ലോ. നമ്മളെല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നേക്കോട്ടെ. ബൊഫെയാണ്. അടുത്തിട്ട് ഈ വിയറ്റ്നാമീസ് ഫുഡ് കഴിച്ചിട്ട്, വിയറ്റ്നാമീസ് മാത്രമല്ല പല പല ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട്. ആകെ സർവേ ചെയ്യണ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്നറിയോ? വാട്ടർമെലൺ. പിന്നെ അതുപോലെ തന്നെ ഈ സ്പ്രിംഗ് റോൾസ് കൊള്ളാം. ഇത് കൊള്ളാം. ഇതാണെങ്കിൽ നമ്മുടെ മറ്റേ ആ ഒരു സോയാബീൻ എണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. പിന്നെ കുറച്ച് എന്താ പറയുക, ഇങ്ങനെ ബോയിൽഡ് ആയിട്ടുള്ള വെജീസും പിന്നെ ബോയിൽഡ് ആയിട്ടുള്ള കോണൊക്കെ ഉണ്ട്. ഞാനൊരു സാധനം എടുത്തിട്ടുണ്ടെ കാണിച്ചു കേട്ടോ. ഈ ഒരു ലാമ്പ് സ്റ്റിർ ഫ്രൈ എടുത്ത് കാശിന് കൊള്ളാത്ത സാധനം. വിമ്മിൻ്റെ ചൊവ്വേട്ടാ. ഒരു തിരുന്ന് കഴിക്കാൻ നോക്കിയാകുമ്പോൾ എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എല്ലാവർക്കും അടുത്ത് തുടങ്ങിയിട്ടാ. ചേട്ടാ എങ്ങനെയുണ്ട് ഫുഡ്? അയ്യോ പുട്ടും കടലയും വേണേ. അമ്മേനെ എന്തോരം പുട്ടും കടലയും പറഞ്ഞ് കളിയാക്കി കേൾക്കണ്. പുട്ടും കടല എല്ലാ ദിവസവും ഇച്ചിരി പുട്ടും കടലയും തന്നിരുന്നെങ്കിലല്ലേ. നിർത്തടാ പുല്ല്, അവന്റെ ഒടുക്കത്തൊരു പുട്ട് തീറ്റി. നിനക്ക് പുട്ടിലാരെങ്കിലും കൈവിഷം തന്നോ? എന്ത് പറഞ്ഞാലും പൊട്ടുതാ പൊട്ടുതാ പൊട്ടുതാ. എന്തെങ്കിലും നമുക്ക് ഈ ഒരു എണ്ണ ഒട്ടും പിടിക്കണില്ല കേട്ടോ. ഒന്നാമത് സ്ട്രീറ്റ്സിലെ കൂടി പോകാൻ നേരത്ത് ഒരു പ്രത്യേകതരം വേണോ അല്ലേ അമ്മു? നമ്മളിത് സൈക്ലിങ്ങിന് പോവാട്ടോ അമ്മു. അയ്യോ എനിക്ക് ഭയങ്കര കൊതിയോടെ. എത്ര നാളായില്ല സൈക്കിൾ ഓടിച്ചിട്ട്? വർഷങ്ങളായി. മോനെ വന്നൊരു സാധനം. ഞങ്ങളെല്ലാരും കൂടി സൈക്ലിങ്ങിന് പോകാൻ പോട്ടെ. ഭാഗ്യത്തിനൊന്ന് നല്ല വെതറാട്ടോ ഇവിടെ. ഒരുപാട് ഭയങ്കര ചൂടും വെയിലൊന്നുമില്ല. തണുപ്പുണ്ട് ചെറിയ. എന്നാൽ തന്നെ ഒരു എന്താ പറയാ കാറ്റുണ്ട്. നമ്മുടെ ഗൈഡിനെ വിളിക്കുന്നുണ്ട്. സൈക്കിളൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മളിവിടെ അകത്തോട്ട് കയറാൻ പോകട്ടെ. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാൽ കൂടി നമുക്ക് പോയിട്ട് അകത്ത് പോയിട്ട് എൻജോയ് ചെയ്യാം അല്ലേ? ചെന്ന് നോക്കട്ടെ കേട്ടോ അകത്ത് എന്താന്നുള്ളത്. പിന്നെ എനിക്കൊരു കമ്പനിയും കിട്ടിയിട്ട്. ആര്യൻ could you say hi to my vlog? എനിക്കൊരു ഫ്രണ്ടിനെയും കിട്ടി ഇവിടെ. ഇവിടെ ഫ്രണ്ട് ഫ്രം ഹിയർ. നോക്ക്, എനിക്ക് ആ തൊപ്പി മേടിക്കണോട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ അല്ല, നമുക്ക് വേറെ മേടിക്കാം. Right now I'm going to tell you
ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. ഇതിൽ കൂടുതലും വർക്ക്ഷിപ്പ് ചെയ്യണം ഇവിടുത്തെ കിങ്സിന്, അതുപോലെ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അവരൊക്കെയാണ് വർക്ക്ഷിപ്പ് ചെയ്യണം. പക്ഷേ ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു ബുക്കൊക്കെ എടുത്ത് വെച്ച് വന്ന് വായിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് ചുമ്മാ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കാനോ ഒക്കെ നല്ല പ്ലേസാണ്. പിന്നെ ഭയങ്കര പ്ലസൻറ്റ് വെതറും കൂടി ആയതുകൊണ്ടിട്ടില്ലേ നമുക്കിങ്ങനെ ഒരു ദിവസം വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റും. അത്രയ്ക്ക് കാമായിട്ടുള്ള പ്ലേസാണ് കേട്ടോ. ഒരു വിഷ്വൽ ഇതൊക്കെ കാണാൻ പറ്റി തന്നെ മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ റോയൽ സ്കൈ ഹോളിഡേയ്സ് ആണ് കേട്ടോ. ഹാരിസിക്കേനെ അറിയില്ല, യൂട്യൂബർ ഹാരിസിക്കയുടെ റോയൽ സ്കൈ, അവരാണ് നമുക്ക് ഇത്ര ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന അവർ ത്രൂ ആണ് കേട്ടോ നമ്മൾ വന്നതും. ഇതിന് മുന്നേ തായ്ലൻഡ് പോയപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ആരായിരുന്നു ടൂർ ഓപ്പറേറ്റേഴ്സ് എന്നുള്ളതും ഇവർ തന്നെയാണ് കേട്ടോ. ഇത് പെയ്ഡ് കൊളാബറേഷൻ അല്ല, ഞാൻ അങ്ങനെ പറയണമെന്നല്ല. ഹാരിസിക്ക നമുക്ക് അത്രയും വേണ്ടപ്പെട്ടതാണ്. ഹാരിസിക്കയാണ് നമുക്ക് പാക്കേജ് എല്ലാം സെറ്റ് ചെയ്ത് തന്ന. ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാതെ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ വ്യൂവും കാര്യങ്ങളും എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. എഗെയിൻ നമ്മളിതേ സൈക്കിളിൽ വന്നിട്ട് എഗെയിൻ ദേ സൈക്കിളിൽ കയറി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ഞങ്ങളങ്ങനെ 3 പേരും കൂടി ബോട്ടിൽ കയറിയിട്ടാ. 3 പേരും കൂടി ഞങ്ങൾ ബോട്ടിൽ കയറിയേക്കുക. എനിക്ക് സൂക്ഷിച്ചാട്ടോ ഞാൻ ഇരിക്കണം, കാരണം എനിക്ക് വയ്യ ഇനി വിയറ്റ്നാമിൽ വന്നിട്ട് വെള്ളത്തിൽ വീഴാൻ. അതുകൊണ്ട് സൂക്ഷിക്കണ്ട്. അമ്മ സൂക്ഷിച്ച് പിടിച്ചിരുന്നോട്ടാ, നാണക്കേടാണ് ഇത്രയും വെള്ളമുള്ള സ്ഥലത്ത് വന്നിട്ട് ഇവിടെ വന്ന് വെള്ളത്തിൽ വീഴുന്നത്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒരുമാതിരി കുഞ്ഞ് ലൈഫ് ജാക്കറ്റ് എടുത്തേക്കണം, വീണ പൊങ്ങുണ്ടോ. പക്ഷെ രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. വെള്ളം പക്ഷെ ഭയങ്കര കറുത്ത കളറ്. നമ്മുടെ നേർക്കൊരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇടിക്കല്ലേ തുഴയുന്ന അമ്മോ. നമ്മൾ നേരത്തെ പോയ മലയാണ് കേട്ടോ അതാ കാണുന്നത്. അവിടെയാണ് മറ്റേ ഡ്രാഗണിന്റെ ടെയിലും അതും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇതിന്റെ താഴത്ത് കൂടിയാണ്. എന്തൊരു രസമാണെന്നറിയ സ്ഥലം, എന്തൊരു ഭംഗിയും എന്തൊരു ശാന്തത, അടിപൊളി. അപ്പോൾ അവിടെ കൂടി ഇങ്ങനെ പോവാം. നമ്മളിതേ ഇതിന്റെ താഴത്തെ കൂടി പോകാൻ വേണ്ടി പോവാട്ടോ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ട്. നോക്കിക്കേ എന്ത് രസമാണെന്ന് നോക്കി. ഓ അയ്യോ എൻ്റെ അമ്മേ, എനിക്കിതൊക്കെ കാണുമ്പോൾ ബാലരമ കേവിലോട്ട് കയറിക്കൊണ്ട് പോണ ഒരു ഫീല്. ഇങ്ങനെ കാണുമ്പോൾ ഒരു ഹൊറർ ഫീലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഓ അടിപൊളി. ഇതാരായിരിക്കുമല്ലോ ഇവിടെ ഇങ്ങനെ ഒരു കേവ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച? എൻ്റെ അമ്മേ, എന്തൊരു ഭംഗിയാണെന്നോ. എനിക്ക് ഇതുവരെ വന്നതിൽ എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ പറയും എനിക്ക് കേവിൻ്റെ ഉള്ളിൽ കൂടി ബോട്ടിന് പോകുന്ന ആ ഒരു ഫീലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയും കേട്ടോ. എന്തൊരു രസമെന്നറിയാമോ കാണാനും. എനിക്ക് പ്രത്യേക ഒരു ഫീൽ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കിട്ടിയ ഒരു ഹൊറർ, എന്നാൽ തന്നെ ഒരു മിസ്റ്റീരിയസ്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫീലാട്ടോ ആ കേവിൻ്റെ ഉള്ളിൽ കിട്ടിയത്. ഇതുപോലെ ഇനിയും കേവുണ്ടെന്ന് തോന്നുന്നു, പറയണ കേട്ടതാട്ടോ. നമുക്ക് നോക്കാം. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നടാ? എൻ്റെ പൊന്നെ തിന്നട തിരക്കിലാട്ടോ അവിടെ. ചേട്ടാ എങ്ങനെ ഉണ്ടായി? സൂപ്പർ എന്ന് മാത്രമല്ല പറയാൻ, വേറെ ഒന്നുമില്ല നിനക്ക്? അയ്യോ, മെമ്മറിയിൽ വെച്ചാ? കോർ മെമ്മറി ഒക്കെ ഇട്ടാ വെച്ചിട്ടുണ്ടാ? സെറ്റ്. എന്നെ എന്തൊരു രസമാണെന്നറിയോ, ഭയങ്കര ഫീല്, ഇങ്ങനെ ശാന്തിയിലിരിക്കാൻ. ഇവിടെ ഒരുത്തി വന്നപ്പോ മുതൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കണ കേട്ടാ. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, കൊക്കക്കോള കുടിക്കുക. സത്യം അവരുടെ വണ്ടിയൊക്കെ കോളാക്കിട്ട് നോക്കി ഭക്ഷണം കഴിച്ചു. അയ്യോ നല്ല ടേസ്റ്റുള്ള സ്നാക്കായിട്ടൊന്ന് കാണിച്ചു തടിയാ. എൻ്റെ ഉണ്ട് എന്തൊരു ടേസ്റ്റ് എന്നൊരു സാധനത്തിന്, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നമുക്ക് തന്നോണ്ടിരിക്കുക ചേച്ചി. ഇപ്പൊ കുറച്ചു നേരം പിന്നെ പറഞ്ഞോളല്ലേടി ഒരെണ്ണം കൂടി കിട്ടിയിരുന്നേക്കൊള്ളാറൊന്ന്. ലാംഗ്വേജ് ഒന്നറിയില്ല, പക്ഷേ നമുക്ക് സാധനം കിട്ടി. ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത്. നമ്മളങ്ങനെ അടുത്ത കേവിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഇതാട്ടോ. വഞ്ചിയിൽ ഇങ്ങനെ പോണേക്കാളും എനിക്ക് കേവിൻ്റെ ഉള്ളിൽ കയറണ ഇഷ്ടം. കമോൺ, നമുക്ക് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ കയറി ഒന്നടിച്ച് വിളിച്ചിട്ട് വരാം. അങ്ങനെ അതേ മൂന്നാമത്തെ കേവിലോട്ട് കയറാൻ വേണ്ടി പോവാട്ടോ. ഇത് ഭയങ്കര രസോട്ടോ കാണാൻ വേണ്ടി. ഇത് കുറച്ചും കൂടി ഇങ്ങനെ അടുത്തായിരിക്കുന്ന. ചിലപ്പോ ഇരുന്ന് കഴിഞ്ഞാൽ കൈ എത്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമായിരിക്കും കൈ.
ഞങ്ങക്ക് തൊടാൻ പറ്റില്ല, തൊട്ടില്ല, പറ്റില്ല. ഞാനും തൊടാൻ വേണ്ടി മുകളിൽ കയറി ഇരുന്നു കേട്ടോ. അപ്പത്തേക്കും ഒരു കുഞ്ഞു സാധനം വന്ന് ഫ്രണ്ടിൽ ഇരുന്നു. കണ്ടാ എന്റെ സീറ്റും കൈയടക്കി ഇരിക്കണോക്കെ ഫ്രണ്ടില് കുഞ്ഞു പിശാച്. ചേട്ടനവിടെ താഴെ വീണ ലേസ് പെറുക്കി വന്നു കേട്ടോ. ലേസ് പാക്കറ്റ് മുഴുവൻ താഴെ ഇട്ടല്ലേ? അലവലാതി നിന്നെ. നീയാണോ അലവലാതി? നീയാണോ കുഞ്ഞലവലാതി? നമ്മളങ്ങനെ ദേ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വന്നു കേട്ടോ. എൻ്റെ അമ്മയെ നോക്കിയേ ഞാനും കൂടി ഇരിപ്പതായി. എൻ്റെ കാലാട്ടത് നമ്മളെയും ആക്കിയിട്ട് ദേ വണ്ടി തിരിച്ചു പോവാണ് കേട്ടോ.